ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് ബേക്കിംഗ് സോഡ ഏതെല്ലാം രീതിയിൽ നമ്മുടെ ഗാർഡനിൽ ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡേനെ നമ്മൾ അപ്പക്കാരം സോഡാപ്പൊടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ യൂസ് വരുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിലാണ്. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേക ഭംഗി ഇരിക്കുന്നത് അതിൻ്റെ ലീഫിലായിരിക്കും അല്ലേ. പക്ഷേ ഇത് പൊടിയൊക്കെ പിടിച്ച് ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലാന്റിനേക്കാളും എപ്പോഴും ഇതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന പ്ലാന്റ് കാണാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അതിനു വേണ്ടി ഒരു എളുപ്പ വഴി അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 1 ലിറ്റർ വെള്ളത്തിലേക്ക് കണ്ടില്ലേ, ഒരു 1/2 ടീസ്പൂണിൽ താഴെയായിട്ട്, അതായത് 1-2 പിഞ്ച് മതിയാവും, ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു സ്പ്രേ ഉപയോഗിച്ച് നമ്മൾ ചെടികളുടെ ലീഫിലേക്ക് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഫ്രഷായിട്ട് നിൽക്കുന്ന ഇൻഡോർ പ്ലാന്റ്സിനെ ആയിരിക്കും എന്നും കാണാൻ സാധിക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പൊടിയൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ ഇവർക്ക് ഫോട്ടോസിന്തസിസിനും കൂടിയും കുറച്ച് തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് വഴി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതോടുകൂടി നമുക്ക് ഒന്നും കൂടിയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ പ്ലാന്റിനെ നമ്മൾ ഹെൽത്തി ആക്കി എടുക്കാനും ഈ ഒരു ബേക്കിംഗ് സോഡ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടതിൽ നിന്നും വളരെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന ലീഫാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഇതിൽ എല്ലാ അഴുക്കും നന്നായിട്ട് നമുക്ക് ഈ തുണിയിൽ തുടച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അല്ലേ. അടുത്ത ടിപ്പ് നമ്മുടെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഫൗൾ സ്മെല്ല് ചിലർക്കെങ്കിലും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അത് ഒഴിവാക്കാനായിട്ട് ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ വളരെ ചെറിയൊരളവിൽ ബേക്കിംഗ് സോഡ വിതറി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ക്യാബേജും കോളിഫ്ലവറൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇലകളിലൊക്കെ പുഴുക്കൾ വരാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ കായ്കളും എല്ലാം ആ പുഴുക്കൾ നശിപ്പിച്ച് കളയും അല്ലേ. അപ്പോൾ അതും നമുക്ക് ഈ ബേക്കിംഗ് സോഡ വെച്ച് ഒഴിവാക്കാൻ പറ്റും. ബേക്കിംഗ് സോഡയും ഗോതമ്പ് മാവും ഒരേ അളവിൽ എടുക്കുകയാണെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു പൗഡർ പോലെ ആക്കി എടുത്തിട്ട് അത് നമ്മൾ ഇതിൻ്റെ ഇലകളിലും പുഴുക്കൾ വന്നിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ വിതറി കൊടുക്കുകയാണെങ്കിൽ 2 ദിവസത്തിനകം തന്നെ ഈ പുഴുക്കളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. ചെടികൾക്ക് മറ്റുള്ള കുഴപ്പങ്ങളൊന്നും വരികയില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ടിപ്പ് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ബേക്കിംഗ് സോഡ ഒരിക്കലും നമ്മുടെ ചെടികളിൽ നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡോ ഒക്കെ സ്പ്രേ ചെയ്യുന്ന ഒരു എഫക്റ്റേ അല്ല കേട്ടോ. ഇത് ശരിക്കും നമുക്ക് ഉപ്പൊക്കെ പോലെ തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്ന് കിട്ടണ ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ആരും പേടിക്കേണ്ട, നമുക്ക് ധൈര്യമായിട്ട് ചെടികളിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഡിഷ് വാഷും കൂടിയാണ്. ഇനി അതിലേക്ക് നമുക്ക് 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗാർഡൻ ടൂൾസും അതുപോലെ തന്നെ അഴുക്ക് പിടിച്ച് ഇരിക്കുന്ന ചെടിച്ചട്ടികളൊക്കെ വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനായിട്ട് കിട്ടും. ഒരുപാട് ചെടികൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് ഗാർഡനിൽ പണിയുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ടൂൾസൊക്കെ കഴുകണ സമയത്ത് ചിലപ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, അതിലുണങ്ങി പിടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് കഴുകുകയാണെങ്കിൽ അതിലുള്ള കറകളും എല്ലാം പോയിട്ട് വളരെ നീറ്റായിട്ട് നമുക്ക് ഗാർഡൻ ടൂൾസൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ വേപ്പെണ്ണയും അതുപോലെ തന്നെ ഒരു 10 ഡ്രോപ്സ് ഹാൻഡ് വാഷോ ഡിഷ് വാഷോ അല്ലെങ്കിൽ ഷാമ്പൂ ഏതെങ്കിലും ഒരു സോപ്പ് ലിക്വിഡ് എടുത്താൽ മതിയാവും. അതും കൂടിയും ചേർത്തിട്ട് ഇതിലേക്ക് നമ്മൾ 1 ലിറ്റർ വെള്ളം കൂടിയും ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ചെടികളിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ലൊരു പെസ്റ്റിസൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ തരത്തിലുള്ള പെസ്റ്റുകളെ നീക്കം ചെയ്യാനും നമുക്കിത് ഉപയോഗിക്കാം. ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയണില്ല, ആ വീഡിയോ കണ്ടാൽ മതിയാവും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ വീടും ഓഫീസ് റൂമൊക്കെ അലങ്കരിക്കാൻ വേണ്ടി ഇതുപോലെ കട്ട് ഫ്ലവേഴ്സ് വെള്ളത്തിലിട്ട് വെക്കാറുണ്ടല്ലേ. അപ്പോൾ അതിട്ട് വെക്കുന്ന വെള്ളത്തിൽ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ സമയം അത് ഫ്രഷായിട്ട് ഇരിക്കാനായിട്ട് ഈ ബേക്കിംഗ് സോഡ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോഴൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അടുത്ത ടിപ്പിൽ പറയുന്നത് നമ്മുടെ ചെടികളൊക്കെ നശിപ്പിക്കാൻ വരുന്ന ഇത്തരത്തിലുള്ള ഒച്ചകൾ നശിപ്പിക്കാനായിട്ട് അവരുടെ മേലെ ബേക്കിംഗ് സോഡ വിതറി കൊടുത്താൽ മതി.
അതുപോലെ തന്നെ നമുക്ക് ചെടികളുടെ താഴെ മുളച്ച് വരുന്ന കളസസ്യങ്ങളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ബേക്കിംഗ് സോഡ വിതറി കൊടുത്താൽ മതി. അത് സ്ലോ ആയിട്ടാണെങ്കിലും ചെടീനെ ബാധിക്കാതെ തന്നെ കളസസ്യങ്ങൾ മാത്രമായിട്ട് നശിച്ചു പൊക്കോളും. അതുപോലെ ഫ്ലവറിങ് ബൂസ്റ്റ് ചെയ്യാനായിട്ടും നമുക്ക് ഇതിൻ്റെ സ്പ്രേ ഒക്കെ ചെടികളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ ബൈ ഫ്രം സഫീസ് ഹോം ഡയറി.